വെൽക്കം ബാക്ക് ടു നേഹാസ് കിച്ചൻ. ഹായ്, വളരെ സുഖമായിരിക്കുന്നില്ലേ? പിന്നെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് എൻ്റെ നാട്ടിലുള്ള അടിപൊളി ഡിഷ്, അതാണ് ഗുങ്കൂര വിത്ത് കൊഞ്ച്. എങ്ങനെയാണ് നാടൻ സ്റ്റൈലിൽ എങ്ങനെ പ്രിപ്പയർ ആക്കണം എന്നുള്ളത് നമുക്ക് താമസിക്കാതെ ഒന്നും കാണാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതാണ് ഗുങ്കൂര. നിങ്ങൾക്ക് ഈ ഗുങ്കൂര കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങുവരെ വന്നത്. ഇതിൻ്റെ ഇലയാണ് ഞാൻ പറക്കിയിട്ട് ഇന്ന് കറി വെച്ചത്. ഇതിൻ്റെ ഇല, ഈ ഇല മതി. ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ളത്. ഇതിൽ അയൺ ഉണ്ട്. നമുക്കിപ്പോൾ ബ്ലഡ് കുറവുള്ള ആൾക്കാരൊക്കെ ഇത് കഴിച്ചാൽ നല്ലത്. പിന്നെ പ്രഗ്നൻസി ലേഡീസൊക്കെ കഴിക്കണം നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീൻചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നാടൻ സ്റ്റൈലായത് കൊണ്ടാണ് ഇത് എൻ്റെ നാട്ടിൽ ഭയങ്കര നമുക്ക് ഫേമസ് ഉള്ള ഫുഡ്. സോ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്പൈസസ് കുറവാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൊഞ്ച് കൃഷിയുണ്ട് അവിടെ വീട്ടിൽ. സോ നമുക്കെപ്പോഴും കിട്ടും. അപ്പം എൻ്റെ അമ്മ എടുത്ത് ഞാൻ വീട്ടിൽ പോയപ്പോൾ എപ്പോഴും ചോദിക്കാം, അമ്മ അത് വില്ലേജ് കറി എന്ന് വെച്ചാൽ ഒരു നാടൻ കറി ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നത് ഇതൊക്കെ. പിന്നെ ഇതിലേക്ക് ഒരു ഓണിയൻ, ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു മുളക് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. അത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തു. പിന്നെ അവസാനമായി ഇതിലേക്ക് ഞാൻ ഇഞ്ചി, ഗാർലിക്ക്, വെളുത്തുള്ളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. സോ ഇതും കൂടി ഇതിലേക്ക് ഇങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു ഇതിലേക്ക് അധികം ഓയിൽ വേണ്ട, അധികം സ്പൈസസ് വേണ്ട, എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ്. പക്ഷേ ഉണ്ടാക്കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് കൊതി വരുന്നു. സോ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ 2 നമുക്കിതിലേക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ കത്തിക്കാം. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചേക്കാം. ആ സമയത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഗുങ്കൂരനെ കൂടി അവിച്ചങ്ങ് എടുക്കാം. ആന്ധ്ര സ്പെഷ്യൽ എന്താണെന്ന് ആരടുത്ത് ചോദിച്ചാൽ ഗുങ്കൂര ചട്നി എന്നൊക്കെ പറയും. സോ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം ഗുങ്കൂര ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഈ ഗുങ്കൂര വെച്ചിട്ട് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാം, ഗുങ്കൂര ചട്നി ഉണ്ടാക്കാം. പിന്നെ
ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫിഷ് ഇട്ടിട്ട് ഉണ്ടാക്കാം. കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. ഇത് ഭയങ്കര ടേസ്റ്റ്. എൻ്റെ ഹസ്ബൻഡിക്ക് ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ അധികമൊന്നും സ്പൈസസ് ചേർത്തിട്ടില്ല, അധികമൊന്നും ഓയിൽ ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം അല്ലേ. പണ്ടത്തെ ആൾക്കാർ ഭയങ്കര ഓയിലും സ്പൈസസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ കറികളല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് പണ്ടത്തെ ആൾക്കാർ. എൻ്റെ അച്ഛമ്മ അവരാണെങ്കിൽ ഇത് കുറച്ച് മതി നമുക്ക് ചോറ് നിറച്ച് കഴിക്കാൻ. കണ്ടോ, എനിക്കിപ്പോഴേ കൊതി വരുന്നു, എനിക്കിപ്പോഴേ കഴിക്കാനൊക്കെ വിശക്കുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അവർ കണ്ട ഭയങ്കരമായിട്ട് കൊതിക്കും. പാവം പുള്ളി ഇവിടെ ഇല്ല, എന്നെക്കാളും നല്ല പാചകം ചെയ്യും പുള്ളി. പക്ഷേ ഞാനിങ്ങനത്തെ നാടൻ കറികളാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. സോ നമുക്കിതൊരു 5 മിനിറ്റ്സും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സും കൂടി നമുക്ക് അടച്ച് വെച്ചിരിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ്. സോ നമുക്കിപ്പോൾ ഇത് വെന്തിയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വാവ്, കണ്ടോ എത്ര ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ആയെന്ന് കണ്ടോ. നല്ല മണം. ഇത് ഈ ഇല അധികമൊന്നും ഉപയോഗിക്കാണ്ട് ഒരു പിടി ഇല മതി. ഇതിൽ കുറച്ച് പുളി കാണും, നല്ല ടേസ്റ്റാണ്. പക്ഷേ സോ നമുക്കിതിപ്പോൾ സർവിങ് പ്ലേറ്റിലൊക്കെ എടുക്കാം. സോ നമുക്കിപ്പോൾ ഇവിടെ ഗുങ്കൂര വിത്ത് കൊഞ്ച് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ നമുക്ക് അത് ടേസ്റ്റ് കൂടി നല്ല മണം വരുന്നു. ചൂടോടുള്ള ഭക്ഷണം ഇപ്പോൾ നമുക്കിതൊക്കെ കഴിക്കാനൊക്കെ, എനിക്കാണെങ്കിൽ കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയാവണം. എനിവേ ഇത് പിന്നെ എൻ്റെ വീട്ടിൽ ഗാർഡനൊക്കെ ഉണ്ട്. ആ ഗാർഡൻ്റെ പച്ചക്കറി മാക്സിമം പച്ചക്കറികളെല്ലാം അങ്ങ് കിട്ടും. അത് എങ്ങനെയാണ് വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, എവ്രിതിങ്. ഞാനിവിടെ വളരെ കുറച്ച് വെജിറ്റബിളാണ് വെളിയിൽ നിന്ന് വാങ്ങാറുണ്ട്. ബാലൻസിൽ ഇവിടെ തന്നെ കിട്ടും. അതെങ്ങനെയാണ് വളർത്തുക, ഒരു വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ, ഇല ഭക്ഷണങ്ങളൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അങ്ങനെ ഞാൻ കിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണത്. ആക്ച്വലി ഞാൻ പീഡിയാട്രിക് നഴ്സ് ആയതുകൊണ്ട് മേ ബി എനിക്കങ്ങനെ പിള്ളേർക്ക് ഭയങ്കര സ്പൈസി കൊടുക്കണത് താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.